Hello guys, welcome back to my channel and now you're watching Creamy Canvas. So ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബാക്ക് ടു സ്കൂൾ DIYs ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ബാക്ക് ടു സ്കൂൾ DIYs ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് പോക്കറ്റ് നോട്ട്. പോക്കറ്റ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് പോക്കറ്റിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മിനി സൈസ് ആയിട്ടുള്ള ഒരു നോട്ട് ബുക്കാണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് മിനി നോട്ട് ബുക്ക് അല്ല, പക്ഷേ മിനി നോട്ട് ബുക്കിൻ്റെ ഒരു വകയിൽ അമ്മാവനൊക്കെ ആയിട്ട് വരും. ഞാനിവിടെ കുറച്ച് ഓൾഡ് പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് പേപ്പേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റിലും ഇതിൻ്റെ പേജസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പൊതുവേ നോട്ട്ബുക്കിനൊക്കെ പേജസ് ഉണ്ടാക്കത്തില്ല, അതുപോലെ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് റീസൈക്ലിംഗ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പഴയ നോട്ട്സിൻ്റെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ A4 ഷീറ്റ് ആയിട്ടും എടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലർ ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഒരു സൈസ് വെച്ച് നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. കാർഡ്ബോർഡ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ അതിൽ സ്റ്റാപ്ലർ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം തിങ്ക് ചെയ്തതെങ്കിലും സ്റ്റാപ്ലറിങ് കുറച്ച് ടഫായിരുന്നു എനിക്ക്. ഞാൻ കുറേ നേരം ട്രൈ ചെയ്തിട്ടും വർക്കായില്ല. സോ ദെൻ ഐ തോട്ട് ഇറ്റ് ഷുഡ് ബി ഡൂയിങ് സംതിങ് ഫെവിക്കൂൾ. നമുക്ക് കുറച്ച് ഫെവിക്കൂൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഫെവിക്കൂൾ ആയപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു, ഒട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പോക്കറ്റ് നോട്ടിൻ്റെ ഫസ്റ്റ് ആൻഡ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. ഇനി കംപ്ലീറ്റ് ഡെക്കറേഷനാണ്. ഫ്രണ്ടിൽ ആ കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വൈറ്റ് പേപ്പേഴ്സ് ഒന്ന് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാനൊരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവർ ആക്കാണ്ട എന്നാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഡൺ ആയിട്ടുണ്ട്. ഞാനിവിടെ ഹൈലൈറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് പെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്യാം. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്രിഡ് ലൈൻസ് തന്നെ വരയ്ക്കണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് ഇതിൽ വരയ്ക്കാൻ പറ്റും. നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സും യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഹൈലൈറ്റർ ഗ്രീൻ ആയിപ്പോയി, അങ്ങനെ ഗ്രീൻ ഇട്ട് വരച്ചതന്നേ ഉള്ളൂ. ശരിക്കും ഞാൻ ബാക്ക് സൈഡിലും ഗ്രിഡ് ലൈൻസ് ആയിരുന്നു വരച്ചെങ്കിലും സംഭവം വരച്ച് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കോളർ ആയിട്ടുണ്ടായിരുന്നേ. അവസാനം ഞാൻ കംപ്ലീറ്റ് മൊത്തത്തിൽ ഗ്രീൻ കളർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. സോ എനിവേ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് അലങ്കാരത്തിനൊന്നും ഒരു കുറവും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാം. കൈ കിട്ടിയത് ലബുബുവിൻ്റെ സ്റ്റിക്കറായിരുന്നു, പിന്നെ അതന്നെ അങ്ങ് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ അലങ്കരിച്ചെടുക്കാം കേട്ടോ. സോ ആദ്യം തന്നെ ഇത് ഊരി വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ സംഭവം ഇത്രയേ ഉള്ളൂ. സോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. സോ നമ്മുടെ നെക്സ്റ്റ് ക്രാഫ്റ്റ് വന്നിട്ട് മെമോ പാഡ്സ് ആണ്. മെമോ പാഡ് എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായൊരു ക്രാഫ്റ്റാണ്, മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റിക്ക് നീളത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കാണിച്ച സെയിം സെറ്റ് ഓഫ് പേപ്പേഴ്സും തന്നെയാണ് ഞാൻ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഷേപ്പിംഗ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നിന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള മെമോ പാഡാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ഇതിൻ്റെ എഡ്ജസിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഗ്രീൻ ഹൈലൈറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് സൈഡ് കംപ്ലീറ്റ് ഒന്ന് എഡ്ജസിൽ എല്ലാം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ ഒരു എഡ്ജ് കംപ്ലീറ്റ് ഒരു പാറ്റേൺ പോലെ ആയി വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷെ നമുക്ക് സൈഡിലൊരു ഗ്രീൻ ഷെയ്ഡിങ് വന്ന കണക്കൊക്കെ ഇരിക്കും കേട്ടോ. സംഭവം നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആൻഡ് നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഐഡിയ ഞാൻ തിങ്ക് ചെയ്തപ്പോൾ വന്നതാണ് ഇങ്ങനെ. ശരിക്കും നീളത്തിൽ തന്നെ വെട്ടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ആ പേപ്പേഴ്സ് റീസൈക്കിൾ ചെയ്യണം എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ എനിക്ക് വേറെയും കുറച്ചുകൂടെ ക്രാഫ്റ്റ്സ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട് പേജായിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് ജസ്റ്റ് മെമോ പാഡെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെമോ പാഡാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. സോ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും സ്കൂൾ ക്രാഫ്റ്റ്സിൽ ഏറ്റവും യൂസ്ഫുൾ ആകുന്നൊരു സാധനമാണ് ഇത്. ആൻഡ് ഇതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കൂൾ യൂസ് ചെയ്തിട്ട്
നമുക്ക് എന്തൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഈ ഫെവിക്കോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കി നോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരിക്കലില്ല, സ്റ്റിക്കി നോട്ടായിട്ട് ഇതൊന്നും വർക്ക് ആവത്തില്ല. കാരണം ഫെവിക്കോൾ എപ്പോഴും ഡ്രൈ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാപ്ലർ ചെയ്യത്തില്ലേ, സ്റ്റാപ്ലർ ചെയ്യുമ്പോൾ ഒരു ചെറിയ വൃത്തികേട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാപ്ലർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാപ്ലറും ചെയ്യാം. സ്റ്റാപ്ലറിൻ്റെ അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിലുള്ളത്. സോ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. സോ നമ്മുടെ നെക്സ്റ്റ് ക്രാഫ്റ്റ് വന്നിട്ട് ബുക്ക് മാർക്സ് ആണ്. ബുക്ക് മാർക്സ് ഇല്ലാതെ നമ്മുടെ സ്കൂൾ റീഓപ്പണിങ് എങ്ങനെയല്ലേ, സ്കൂളൊക്കെ തുറന്ന് ബുക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരാ എന്നൊരു തിങ്ക് നമുക്കൊക്കെ വരും. സോ അതിന് വേണ്ടിയിട്ടാണോ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അല്ല കേട്ടോ. ഇത് നമ്മളൊരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, രാത്രിയായിരുന്നു ഈ ക്രാഫ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ലേറ്റായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരെണ്ണം തന്നെ തൽക്കാലം ഉണ്ടാക്കാമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബുക്ക് മാർക്സ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ്. ഇതിന് ഞാൻ 3 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ, ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് സൈഡിൽ യെല്ലോ, പിന്നെ ബ്ലൂ, പിന്നെ ഗ്രീൻ, അങ്ങനെ ജസ്റ്റ് ഒരു കർവ് പോലെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും വോയിസിലോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് തരണം. ബിക്കോസ് നല്ല ടൈം ലേറ്റ് ആയിട്ടാണ് ഞാനിതൊക്കെ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സ് ഈ വീഡിയോയിൽ കാണും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ അതൊക്കെ തിരുത്താലോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ബുക്ക് മാർക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. ബുക്ക് മാർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ബുക്ക് എന്തെങ്കിലും റീഡ് ചെയ്യാമെന്ന് വെച്ചു. സപ്പോസ് നമ്മൾ ഏത് പേജാണ് റീഡ് ചെയ്ത് അവസാനിപ്പിച്ചത് നമ്മൾ അറിയാൻ വേണ്ടി നമ്മളൊരു പേപ്പർ കഷ്ണം ചുരുട്ടി അവിടെ വെക്കത്തില്ലേ, അതിന് പകരം കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ബുക്ക് മാർക്സ്. സോ ബുക്ക് മാർക്സ് ഒക്കെ ഒരു ആഡംബരത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ 2-3 ദിവസത്തേക്ക്, അതിന് കൂടുതൽ തിരിക്കത്തില്ല എന്ന് എനിക്കാണ് തോന്നുന്നത്. കാരണം ഞാനിതൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഭയങ്കര കാര്യമായിട്ട് യൂസ് ചെയ്യുമെങ്കിലും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടക്കും. ഓക്കെ, സോ ബുക്ക് മാർക്കിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 സൈഡിലും ഇതുപോലെ കളേഴ്സ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് ഇതിൻ്റെ നടുക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. സോ കളറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള പാറ്റേൺ വരയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, നൈറ്റായിരുന്നു ഈ ക്രാഫ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉറക്കപ്പിച്ചയിലായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടൊരു ലീഫാണ് വരച്ചിട്ടുള്ളത്. നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇത് തന്നെ വരയ്ക്കണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു കോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ചെറുതെ എപ്പോഴെങ്കിലുമൊക്കെ ഇത് തുറന്ന് നോക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം വീഴട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതി കൊടുത്തത്. സോ സംഭവം ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. കാണാനും അത്യാവശ്യം നല്ല എലഗൻറ്റ് ലുക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ തന്നെ ചിരിച്ചതെന്നല്ല, ഇതാ പറിച്ചെടുത്തപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന ഫെവിക്കോൾ എല്ലാം കൂടെ ഒട്ടിയിട്ട് അത് അവിടെ തന്നെ ഒട്ടിയിരുന്നു. പിന്നെ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സോ ബൈ.